അന്യഗ്രഹ ജീവികൾ വേഷം മാറി മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നു. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അന്യഗ്രഹ ജീവികൾ അത് മനുഷ്യന്മാരുടെ അടിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളടിയിലല്ലോ ഇജക്കായല് പെട്ടല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയണത് ഇതിപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വാലേക്കും സലാം. എന്താണ് വേണ്ട? അല്ല, 2 ദിവസമായിട്ട് ഈ വൈക്കില്ലല്ലോ രാഘട്ടാ. നല്ല മഴയല്ലേ? ആ, മഴയൊക്കെ തന്നെയാണ്. എന്താ വർത്താനോ? എന്താ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ? വർത്താനൊന്നുമില്ല. അപ്പൊ പുതിയ വാർത്ത കിട്ടിയിട്ട് ഉണ്ണിയെ വായിച്ചിട്ടാ ഹർത്താലുണ്ടോ? ഹർത്താലല്ല, നമ്മുടെ ഈ അന്യഗ്രഹ ജീവികളില്ലേ? ആരാണ് അന്യഗ്രഹ ജീവികള്? അന്യഗ്രഹ ജീവികള് നമ്മുടെ നാട്ടില് മനുഷ്യന്മാരെ മാതിരി തന്നെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിലാണോ എവിടെ അറിയില്ല, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പല രൂപത്തില് പല വേഷത്തില്, ചിലപ്പോ മനുഷ്യന്മാരുടെ വേഷത്തില്, ചിലപ്പോ അവരുടെ വേഷത്തില്. ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ണിയാണാ, മൊയ്തൂക്കിയാണാ, ഞാനാണെന്ന് പറയാനോ ചിലപ്പോ ഈ രാഘവട്ടനായിരിക്കും. പറഞ്ഞിപ്പോ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞോളണം എന്നില്ലല്ലോ. അല്ലുണ്ണിയെ ഇവരെ കണ്ടാ ഞമ്മക്ക് എങ്ങനെയാ മനസ്സിലാവുക? കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഈറ്റകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തില് എങ്ങനെ പെട്ടെന്ന് തിരിയില്ല. പക്ഷെ ഈറ്റകളെ മൂത്രം നീല കളറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉജാലായിരിക്കും കുടിക്കണത് ആയിക്കുമ്പോ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് തമാശ പറയല്ലേ. സാധനം അന്യഗ്രഹ ജീവിയാണ്. പിന്നെ ഈറ്റകൾ അങ്ങനെ ഇങ്ങനെയൊന്നും മൂത്രം ഒഴിക്കൂല. മൂത്രം മുട്ടണം. എല്ലാരും മുട്ടുമ്പോ ഒഴിക്കല്. അല്ലാണ്ട് പിന്നെ ഈറ്റകൾക്ക് വേറൊരു ശൈലിയാണ്. മൂത്രം കുറവായിരിക്കും, അതാണ് റേഷൻ കടയിൽ മണ്ണെണ്ണ വരാത്ത. നീല കളറല്ലേ? ഇനി മൂത്രം ഒഴിച്ചെടുത്ത് എന്തെങ്കിലും ഇലയോ വള്ളിയോ ചപ്പിലോ പൂവോ കരിക്കട്ട പോലെയാവും. മൂത്രം ഒഴിക്കണോ കരിഞ്ഞു പോവോ? അത്ര സാധനമാണത്. കരിഞ്ഞ ഒന്നും ഇല്ലാണ്ടായിക്കോളും. എന്റെ രാഘവട്ടാ, നമ്മളെ പേടകം എക്കണ്ട മുകളിലോട്ട് പേടകം എന്ന് പറഞ്ഞ സാധനം. രാഘവട്ട് പേടകം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ സാധനത്തിന്റെ ഇടയിൽ അങ്ങോട്ട് കേറും. കാരണം ഇങ്ങോട്ട് വരുമല്ലോ. പോയ സാധനം പേടകം താഴെ വരണ്ടേ. അങ്ങനെയാണ് ഇവര് ഭൂമിയിലേക്ക് എത്തണത്. ഇവിടെ എത്തുന്ന സാധനം. അതെ, അവരൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പണിക്ക് പോകാതിരുന്ന് തിന്നാൻ പറ്റുമെന്ന്. അതാണ് ഒക്കെ കൂടി ഇങ്ങോട്ട് വരണതേ. എല്ലാരും പന്ന നോക്കി നടക്കല്ലേ അന്യഗ്രഹ ജീവികള്. അല്ല, ഇവരും ആക്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ അത്ര അക്രമകാരികൾ എവിടെയും ഉണ്ടാവില്ല. അത് ശരിയാ. എനിക്ക് അന്യ സംസ്ഥാന ജീവിനെ കാണണമെന്നുണ്ട്. എന്നാ എന്റെ കൂടെ പെരുമ്പാവൂരൊന്നോ എനിക്ക് മുഴുവൻ കാണിച്ചാൽ ഏടാ സംസ്ഥാന ജീവിയല്ല, അന്യഗ്രഹ ജീവികള്. അതിനെ കാണണം. ഇതിപ്പോ നമ്മുടെ നാട്ടിലുണ്ട് വെച്ചാൽ നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ. നാലേ കോയ, ഈ പറഞ്ഞ സാധനം ഞമ്മടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലോ? ഈ പറഞ്ഞ ജീവി ഞമ്മടെ നാട്ടിലുണ്ട്. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ട്. എവിടുന്ന്? കേട്ടാ, ഞമ്മളിപ്പോ പറഞ്ഞില്ലേ? ആരാണ്? ഏയ് പയ, നിന്റെ പേരെന്റെ കേക്കുറത്തൊരു ഒഴിഞ്ഞ പറമ്പില്ലേ? അവിടെ മാധവേട്ടൻ വാടക കൊടുത്തൊരു വീടുണ്ടല്ലോ. ഇപ്പൊ ഒഴിഞ്ഞിടക്കല്ലേ? ആടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്. അപ്പൊ വഴി മാറ്റണമല്ലോ. അതിന് അല്ല, അവനവിടുന്ന് മാറ്റണമല്ലോ. ആ ചങ്ങായി താടി ഇങ്ങനെ കെട്ടിട്ട് ഇണ്ടല്ലോ, മനുഷ്യപ്പറ്റില്ലാത്തവനാ. ഒരാളോട് മുണ്ടൂല. ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വന്ന മൂപ്പരാത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പേര് വെച്ചിട്ട് പറയാണ്ടാ പോയി. എന്തോ ചൂക്കട കണ്ടിരിക്കണം നിങ്ങള്. ഓന്റെ കൈമേലും കാൽമേലൊക്കെ എന്തൊക്കെയോ നമ്മൾ ഇതുവരെ കാണാത്ത ചില ആഭരണങ്ങളൊക്കെ ഉണ്ട്. കണ്ടാൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ജീവി. മൂത്ര വെച്ചെടുത്ത് ചെടിയോ ഏലയോ കരിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പിച്ചോ, അത് അന്യഗ്രഹ ജീവി തന്നെ. എടാ, അപ്പൊ ഒരു ബ്രെഡിന്റെ കൂടി എഴുതണ്ടേ? ഈ നേരത്തെ ഞാൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചത് അത് എഴുതിക്കോ. അത് ഒന്നിച്ചെടുക്കാട്ടോ. എഴുതാട്ടോ. ഒരു ബ്രെഡ് കണം പോണായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. കടം കൊടുക്കല് ഞാൻ നിർത്തി എന്റെ ഉണ്ടേ. ഞാൻ ഇപ്പൊ എന്ത് തരത്തിലാ കടം കൊടുക്കണേ? ഈ വന്ന് ചോദിക്കണവരൊക്കെ അന്യഗ്രഹി ജീവിയാണോ ഇനി ഇവിടെ ഉള്ളവരാണോന്ന് ഞാൻ എങ്ങനെ അറിയാം? അവിടെ ഇന്നത്താലെ ഞാൻ കടം കൊടുക്കല് നിർത്തി. ഞാൻ വേണം ഇവിടെ മൂത്ര വെച്ച് കാണിച്ചാലാ. ഞാനല്ല ഇനി തൂറി കാണിച്ചാലും 10 പൈസ എനിക്ക് ഞാൻ കിടന്നില്ല. ഇജ്ജ് വെക്കോ, മൂത്ര വെച്ച് കാണിച്ചാലാ അത്ര. എന്നാലാ മേടിച്ചതിന്റെ കടം വീട്ടല്ല.
എങ്ങനെ ഈ കച്ചവടം ഞാൻ കൊണ്ടു നടത്തുക? എങ്ങനെയുണ്ട്? നല്ല സ്ഥലല്ലേ? എവിടെ ഇരിക്കേട്ടാ? എവിടെ ഇരിക്കാൻ തൊക്കെ കസേരല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാട്ടാ, ഏ? കൊള്ളാം. ഏട്ട റെസ്റ്റോറന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ നമ്മള് സാധാരണ പോവാറുള്ള റെസ്റ്റോറന്റുകളില്ലേ, ആ അതല്ലത്. ഇത് കൊള്ളാല്ലേ. കായല്, ചീനവല, ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഈ വലിയ വലിയ പണക്കാർ വന്ന് കാറ്റും കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വല്ലതും കഴിച്ചിട്ടൊക്കെ പോണ സ്ഥലമാതേ. കരിമീനൊക്കെ അപ്പപ്പ പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ആണോ? പിന്നെ ഞാൻ മുമ്പ് എപ്പോഴോ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറെ മുമ്പ്. അപ്പൊ എന്നെ കൊണ്ടുവരാത്ത എന്താ? അത് വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആരോട് വന്നു? ആരുടെ കൂടെ വരുന്നു? ഞാൻ ഒറ്റയ്ക്ക് വന്നു. പിന്നെ ഒറ്റയ്ക്ക് വന്നു ചുമ്മാ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, അരമണിക്കൂർ കഴിയും ആരെങ്കിലും ഒരാൾ വന്ന് നോക്കണമെങ്കിൽ. അതാണ് ഇവിടുത്തെ ഒരു ഗമ. ഇനി ഒരു കാര്യം, ഇനി ആളെ ഇങ്ങോട്ട് പെട്ടെന്ന് വരുത്താനുള്ള മാർഗമുണ്ട്. അവര് വിളിക്കൂ? ഇവിടുന്ന് എണീറ്റാ മതി. എണീറ്റ് പോകുന്നതോട് കൂടിയിട്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് വരും. അതിപ്പോ എങ്ങനെ പറയും? പറയുന്നു വേണ്ട, ഇവിടുന്ന് നീറ്റാ മതിയല്ലോ, മനസ്സിലാവും. എണീറ്റ് നോക്കട്ടെ. എണീറ്റ് നോക്ക്. അയ്യോ പോലെ 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 അതാണ്ടാ. ഞങ്ങള് 15 മിനിറ്റ് ആയാലും ഇവിടെ വന്നിരിക്കൽ തുടങ്ങിയിട്ട്. 15 മിനിറ്റ് ആയോ? പിന്നെ ഇല്ലേ, ആരിങ്ങോട്ട് വന്നിട്ടേ? ആര് വരും? ആന്താ വരാനിപ്പോ? വരാത്തത് ഞങ്ങളോട് വൈകുന്നു. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട, ഇനി എന്താ വേണ്ടിച്ച പറഞ്ഞാ മതി. എന്നാ കഴിക്കാൻ എന്താ? ചോറ് കഴിക്കുന്ന, ചായ കഴിക്കുന്ന? ചോറാ? ആ ചോറ് എങ്ങനെയുണ്ട്? ചോറ് ഏറ്റവും ബെസ്റ്റ് ആണ്. ആണ്? ഇത് എളിശ്ശേരി, പുളിശ്ശേരി, അവിയല്, സാമ്പാർ, കൂട്ടുകറി, വറവ്, ചക്കക്ക് ഉപ്പേരി ഉണ്ടോ, ചക്കക്കുരു, അത് വരെ ഉണ്ട്. എല്ലാം ബെസ്റ്റാ. എന്തിനാന്ന് ഈ ചോറും ചക്കക്കുരുവിന്റെ ഉപ്പേരി തിന്നാണെന്ന് വെച്ചാൽ അത് വീട്ടിലില്ലേ? വേറെന്തെങ്കിലും കഴിച്ചൂടെ? വേറെ എന്താ വേണ്ട? കരിമീനൊക്കെ ഇല്ലേ? കരിമീൻ ഉണ്ടോതാ ഇതൊന്ന് കാണുന്നത്? പോയല്ലേ? അതെ. ഈ പോയിന്ന് പിടിച്ച ഫ്രഷ് കരിമീൻ. ഇനി നിങ്ങൾക്ക് നീല തിമിങ്കലം വേണം, കുഞ്ഞള്, ചെറിയ കുഞ്ഞള്. മഴക്കാലത്ത് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും. അപ്പൊ നമ്മ പിടിച്ച് കൊണ്ടുവരും, അതിനെ ഫ്രൈ ആക്കും. ബെസ്റ്റ് തിമിങ്കലം. അല്ല, അതിനിപ്പോ വർഷക്കാലം അല്ലല്ലോ. അല്ല, പക്ഷെ തിമിങ്കലം വരുമല്ലോ. അതിന് വേനൽ വർഷമൊന്നും ഇല്ലല്ലോ. കിട്ടുന്ന സാധനം അത്. വേണ്ട, ബെസ്റ്റ് വേണ്ട. പിന്നെ സാറിന് എന്താ വേണ്ടത്? വേറെ എന്താ വേണ്ട? വേറെന്താ ഉള്ളത്? ബിരിയാണി ബെസ്റ്റ്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഏതാ വേണ്ടത്? ഒരു കാര്യം ചെയ്യ്, ബീഫിന്റെ റോസ്റ്റ്, ഒരു ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ബെസ്റ്റ്. ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര സംഭവം. ബീഫ് റോസ്റ്റ് ഇത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു 3 വെള്ളപ്പം. വെള്ളപ്പം ബെസ്റ്റ്. വെള്ളപ്പം അല്ലേ? ഇപ്പോൾ സാധനം. നല്ല സാധനം. മാഡത്തിന് എന്താ വേണ്ടത് പറ? 3 വെള്ളപ്പം. ഫ്രൈഡ് റൈസ് ഉണ്ടാവും? ഫ്രൈഡ് റൈസ് ഉണ്ടോതാ? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് റൈസാ. പിന്നെ വെജ് കുറുമ അങ്ങനെ എന്തെങ്കിലും? വെജ് കറി ഉണ്ടോ? വെജ് ഉണ്ട്. വെജ് വെജ്. പിന്നെ എന്ത് വേണ്ട? കുടിക്കാൻ വേണ്ട? ഇവിടുത്തെ ഒക്കെ ബെസ്റ്റ് അല്ലേ? ബെസ്റ്റാ. ആയിക്കോട്ടെ, ഇത് മതി. പിന്നെ ജ്യൂസ്, ചായ, ജ്യൂസ് ഒന്നും വേണ്ട. നല്ല ബെസ്റ്റ്. വേണ്ട. പൈനാപ്പിൾ ജ്യൂസ് വേണ്ട. അപ്പൊ ശരി, ഇത് മതി. വേഗം കൊണ്ടുവരണേ. നിങ്ങൾ എന്താ ഭർത്താവിനെ പറഞ്ഞിരുന്നോ? പോയാലും ഉണ്ട്, നോക്കിയിരുന്നോ? രസമല്ലേ? ഭാര്യയും ഭർത്താവോ എന്ത് പറയാൻ? ഓ ശരി, ഭാര്യ എന്നല്ലേ? ശരി, നല്ല പാർട്ടിയാണ്. അന്ന് വന്നപ്പോ ഇതേപോലെ വേറൊരാളായിരുന്നു. എന്തായിട്ട് വരാത്തെ? വരും. ഇടയ്ക്ക് മുകളിലേക്ക് നോക്കിക്കോട്ടോ. കക്ക വരുമോ? ഇതെന്താ? കാക്കിലോ നല്ലെണ്ണയാണിത്. ബീഫ് റോസ്റ്റ്. അതെ, ആകെ ശരി തന്നെ. എണ്ണ കൂടുതലാ അതില്. പക്ഷെ ബെസ്റ്റ് സാധനമാണ്. അതെ, ബെസ്റ്റ് തന്നെ പറഞ്ഞുള്ളൂ. ഞാനുണ്ട്. അല്ലാണോ? കുഴപ്പമില്ല, വേണമെങ്കിൽ കുറച്ച് എടുത്തോ. ബീഫ്
എനിക്ക് വേണ്ട കേട്ടോ. ബീഫ് കഴിച്ച ആളുകൾ മരിച്ചു പോകുന്നില്ല. എനിക്ക് വേണ്ടാന്ന്. വേറൊരു കാക്കണ്ട വേണം, അയാൾ വരും ഇടയ്ക്ക്. അതാരാ? ഇങ്ങനെ മലയാളിയോ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ചോദിച്ചോണ്ട് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒറ്റയ്ക്കുള്ളോ? ആള് വന്നില്ല. കഴിക്ക്. ഏട്ടൻ പറഞ്ഞ ആളാണത്. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അറിഞ്ഞു, ഉണ്ണി പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ, വൈഫായിരിക്കും അല്ലേ സാർ? വൈഫ് ആദ്യമായിട്ടാണ് അവിടെ? വൈഫ് മുമ്പ് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് മാഡം ഫുഡ്? മൊയ്തൂസ് ഓപ്പൺ റെസ്റ്റോറന്റിൽ എല്ലാം ബെസ്റ്റാ. എങ്ങനെ ഫുഡ് സാറ്റിസ്ഫൈഡ് അല്ലേ സാർ? കുഴപ്പമില്ല. ഒരേപോലെ ഇവിടെ വരുന്നവരാരും മോശം പറയാറില്ല മാഡം, എല്ലാം ബെസ്റ്റാ. അതാണ് മൊയ്തൂസ് ഓപ്പൺ റെസ്റ്റോറന്റ് ഒരു പ്രത്യേകത തന്നെ. എക്സ്ക്യൂസ് മീ. ഹലോ, മൊയ്തൂസ് ഓപ്പൺ. 18 ബിരിയാണി അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ എത്തിക്കാം സാർ. ജസ്റ്റ് മിനിറ്റ്. ഉണ്ണി. അതെ. ഫോൺ വന്ന ഭാഗ്യായി. കഴിക്കാൻ സൗകര്യം തരില്ല. അല്ല, കഴിക്കണടുത്ത് വന്ന് ഇങ്ങനെ വായി നോക്കി നിക്കുന്ന ഇങ്ങനെ കഴിക്കുക. ആളുകൾക്ക് അതൊക്കെ ഇഷ്ടമാണേ. ആളുകൾ അങ്ങനെ പൊന്നാരിക്കണതൊക്കെ ഇഷ്ടമാണല്ലോ. ഇത് എന്തോരം നേരോടി ഒരുങ്ങാനായിട്ട്. പിന്നെ ഈ 5.5 മീറ്റർ സാരി ഉടുത്ത് തീരണ്ടേ? തീരണ്ടേ? എന്താ ഇവിടെ കറിയിക്കണ്? പോകണ്ടേ? പൊക്കോ. വണ്ടി എടുക്ക്. വണ്ടി എടുക്കണേ, തമാശ കളിക്കല്ലേ? വാ. അല്ല, ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ പോകുന്ന. പിന്നെ ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് എനിക്കറിയാലോ. നിങ്ങക്ക് നാണുണ്ട് ശീതളേട്ടാ. ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? നിന്റെ മുന്നിലല്ലേ പറഞ്ഞേ. ഇത്രയും പ്രായമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. എടി, ഞാൻ ഓടിക്കാണ്ടാണ് എന്തോരം പ്രാവശ്യം പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത് അതും കഴിഞ്ഞ ആ ടെസ്റ്റിന്റെ സമയത്ത് 8 എടുക്കുമ്പോ 8 8 16 എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ. എടുക്ക്. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഞാൻ നിന്റെ തലയില്. അതല്ല, നിങ്ങളുടെ ഹെൽമെറ്റ് എവിടെ? വേറെ ഹെൽമെറ്റ് ഇല്ല, ആകുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞല്ലേ? ആകെ മറന്നു. നീ വണ്ടി എടുക്കുമ്പോ തൽക്കാലം. എന്താണ്? ഞാൻ വന്നില്ല. നീ കളിക്കല്ലേ, പണ്ട് നേരമില്ലാന്ന്. എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞല്ലേ, പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് നിർബന്ധമാണ്. എടി, ഇത് എന്ത് നിയമോ? നീ എന്തെന്ന് വിചാരിച്ചിട്ടാണ്? ഈ പോലീസുകാർക്ക് വരെ പണിയില്ലേ? ചത്ത നമുക്കല്ലേ പോണേ, അവർക്ക് എന്താണ് നിയമം കൊണ്ടുവരണേ? ഈ ഫ്ലൈറ്റിൽ അപകടം ഉണ്ടാവൂലേ? കപ്പലിനകത്ത് ഉണ്ടാവൂല അപകടം? അപ്പൊക്കെ എന്താണ് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിരിക്കാതല്ലേ? എന്നാ പിന്നെ വലിയ കാര്യം പറയണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഫ്ലൈറ്റിന് സമയം പോലെ വന്നേക്ക്, ഞാൻ പൊക്കോളാം. ഇന്നിപ്പോ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. എന്ന് പറഞ്ഞ പോലീസ് എന്നെ പിടിക്കൂന്ന്? അല്ല, നിന്നെ പിടിച്ചാ നിന്നെ പിടിക്കൂല. നീ വണ്ടി എടുക്ക്. അത് മാത്രല്ല, നമ്മള് വണ്ടി പോകുമ്പോ എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഉണ്ടല്ലോ. ഇത് എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കെട്ടാനൊന്നും പറ്റൂല. എവിടെ വരെ എത്തി കഥ? അങ്ങനെ എന്നെ കൊന്നിട്ടേ നീ വേറെ കെട്ടണ്ട. നീ എടുക്ക്, വണ്ടി എടുക്ക്. എനിക്ക് സൗകര്യമില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടുന്ന് പോവില്ല. നിയമമൊക്കെ പാലിക്കാനുള്ളത് തന്നെയാ. എടി മണ്ടു, ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കല്ലേന്ന്. എന്താ ശീതളേട്ടാ രണ്ടുപേരും കൂടി രാവിലെ? വെറുതെ മണ്ടുവിനൊരു ബൈക്ക് ക്ലബ്ബിയും പോലെ. ഇല്ല. എന്താ നീ എന്താ വന്നേ? അതെ, ചേഞ്ച് ഇരിപ്പുണ്ടാവോ? എത്രയുടെ? എത്രയുടെ ഇല്ല, എനിക്കൊരു 250 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായി. തപ്പണപ്പോ ഞാൻ വിചാരിച്ചു 2000-ന്റെ ഇല്ല, പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് ചോദിക്കാലാന്ന് കരുതിയിട്ടാണ്. എന്റെ ചില്ലറ ഉണ്ട്, പക്ഷെ ചില്ലറ ഉള്ളൂ. അത് എനിക്ക് ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണേടാ. ഹെൽമെറ്റ് മേടിക്കാനാണോ? ഹെൽമെറ്റ് മേടിക്കാനാ. അന്ന് ഇങ്ങോട്ട് തന്നേരത്. അപ്പൊ എനിക്ക് ഹെൽമെറ്റ് മേടിക്കണ്ടേ? ശീതളേട്ടന് ഹെൽമെറ്റ് പോരെ? എന്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ തരാം. പഴയതാ? പഴയതൊന്നുമല്ല, വലിയ പഴക്കമൊന്നുമില്ല. എനിക്കേ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചതിന് ബാങ്കിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് തന്നതാണ്. അങ്ങനെ കൊടുക്കണ്ട? പിന്നെ കൊടുക്കണല്ലേ. ലോൺ അടച്ചവർക്ക് എന്തിനാണ് ഹെൽമെറ്റ്? അടിയൊന്നും കൊള്ളൂല. ഇല്ല. അപ്പൊ അവര് നമ്മൾ അന്വേഷിച്ചാൽ കണ്ടില്ലെങ്കിൽ പേര് നോക്കിട്ട് വന്ന് പിടിക്കാല്ല. നിന്റെ ഉണ്ടാ വേറെ? എന്റെ ഒന്നും ഇല്ല. ഇതിപ്പോ ഹെൽമെറ്റ് ഉണ്ടാവിടാ? ഉണ്ടെന്ന് വേണ്ടോ, ഇന്നലെ ഞാൻ വൈഫിനെ വെച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്നതല്ലേ, അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തേക്ക. ഇപ്പൊ നമ്മള് കടം മേടിച്ചെന്ന് വേണ്ട. അല്ല, ഞാൻ ഈ ഹെൽമെറ്റ് തരുമ്പോ അതിന്റെ പൈസ ആയിക്കോട്ടെ, അപ്പൊ തിരിച്ചു കൊടുക്കണ്ടല്ലോ. തിരിച്ചു തരലൊന്നുമില്ലല്ലോ. 250 അല്ലേ? 250. എന്നൊന്ന് വേഗം എടുത്തുണ്ടോ? നല്ലതാണാ? നല്ല ഓറഞ്ചും വൈറ്റും കളർ, ISI മാർക്ക് ഉള്ളത്, നല്ല സ്ട്രോങ് സാധനം. ഒന്ന് വേഗം എടുത്തുണ്ടോ? പോരാട്ടോ. ദൈവം കൊണ്ടത് നന്നാട്ടോ. കാശ് എത്ര വേണമെന്ന് അറിയോ? 10,000 ചില്ലാൻ രൂപ ഹെൽമെറ്റിന്. വലിയ ലാഭം. 250 രൂപ എന്താ ലാഭമല്ലേ? നീ എല്ലാത്തിനും ദേഷ്യം പിടിക്കണ എന്താണ്? ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖം മാറുന്നില്ല. ഹെൽമെറ്റ് കൊണ്ടിരിക്കണം നിന്റെ മുഖം. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് മുഖം മാറ്റാം. പോണ വഴിക്ക് മേടിക്കാം, വണ്ടി എടുക്ക്.
നമസ്കാരം സാർ. ആ നമസ്കാരം, ഇരിക്കി. എന്തേ സാർ ഇത് എൻ്റെ മോളാ. ഏ ഇതെൻ്റെ മോളാ. ആ അപ്പോൾ ഇവിടെ കുട്ടിയെ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണിത്. ആ രജിസ്റ്ററിൽ പേര് കേൾക്കാനല്ലേ? അതെ അതെ. ഏയ് ഇതിൽ അച്ഛൻ്റെ ഒപ്പില്ലല്ലോ. അച്ഛൻ ഒപ്പിടുന്നത് അറിയില്ലായിരുന്നു സാറേ. ഞാൻ ഇട്ട് തരാം. ഞാൻ ഇട്ട് തരാം. അല്ല നിങ്ങളുടെ മോളല്ലേ ഇത്? അതെ അതെ എൻ്റെ മോളെ. ഏത് കുട്ടിക്കപ്പ പേരിടണേ? അത് വെള്ള കുട്ടിക്കാ. ആ അപ്പൊ അതുകൊണ്ടായിട്ട് നിങ്ങൾ ഒപ്പിട്ടാ പറ്റൂല. അപ്പൊ ഞാനുണ്ടായിട്ട്. അല്ല അച്ഛൻ്റെ ഒപ്പ്. ഏയ് നിങ്ങൾ ഈ കുട്ടർ അച്ഛനല്ലേ? അതെ. നിങ്ങളുടെ കുട്ടർ അച്ഛനെവിടെ? അച്ഛനില്ല സാർ. ഏ അച്ഛനില്ല. മരിച്ചോ? അതല്ല, ഇവരിപ്പോ ഏതാണ്ട് ഡൈവേഴ്സിന്റെ ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ സാർ. അതെ സാർ, ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ സാർ ഇതൊന്നും. അല്ല അതല്ല പറഞ്ഞപ്പോ ഡിവോഴ്സിന് ആയിക്കോട്ടെ, നിങ്ങൾ ഡിവോഴ്സ് ഇപ്പൊ അതെന്താണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ ഈ കുട്ടറെ പേരൊന്നും ഇത് ചേർക്കാൻ വേണ്ടിട്ട് അയാളുടെ അടുത്ത് ഒരു ഒപ്പ് മേടിച്ചാൽ മതിയല്ലോ. അയാൾ ഇട്ട് തരില്ല സാർ. അത് ഇട്ടരാത്ത്? കൊച്ചിന് ഞങ്ങള് കുറെ പേരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാള് പറയണ പേര് കൊച്ചിന് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരേ പിടിവാശിയാണ്. അപ്പൊ അതിടണോ? അതിനെന്താ ഇപ്പൊ? അത് എന്റെ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ല സാറേ. എന്താ കുട്ടികൾക്ക് ഇടാൻ പറ്റാത്ത പേരാ? സാറേ അതൊരു വൃത്തിയിട്ട പേരാണ്. എന്ത് പേരത് വൃത്തിയായിട്ടത്? ജമന്തി. ജമന്തി എങ്ങനെ വൃത്തിയായിട്ട്? നല്ല പേരല്ലേ, നല്ല മണമുള്ള പേര്, പൂവിന്റെ പേരല്ലേ? സാർ വിഷയം അതല്ല സാർ. ആ എന്റെ ഭർത്താവും ഭർത്താവിന്റെ പഴയ കാമുകിയും കൂടെ അവർക്കിട്ടാവണ കുട്ടിക്കിടാൻ വെച്ചിരുന്ന പേരാണത്. ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കണ എനിക്ക് ഇഷ്ടമല്ല. സാറേ ഇപ്പം ഇവളുടെ കുട്ടിക്ക് പേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ഭർത്താവും അവളും കൂടെ തീരുമാനിച്ചിടേണ്ട പേരിലിടാം. അല്ലാതെ അവളുടെ കാമുകിയും അവനും കൂടെ ആലോചിച്ച പേര് ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ ഇട്ട് വിളിക്കും സാറേ? ഈ കാമുകിയുടെ പേരെന്താണ്? ദമയന്തി. ദമയന്തി. ദമയന്തിയും ജമന്തി ആനയാടും തമ്മിലുള്ള വ്യത്യാസല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? സാറേ എന്നാലും അവര് തീരുമാനിച്ചു വെച്ച പേര് ഞങ്ങളെ കൊച്ചിന് ഇടണ്ട. അതെ, എനിക്കിപ്പോ ഈ വാശിയുടെ പിന്നാലെ നടക്കാനൊന്നും നേരിലേക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ പറയണ കാര്യം എത്ര ഉള്ളൂ, ഈ കുട്ടിക്ക് പേരിടണ വെച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കള് ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണം. ആ ഒപ്പ് ഇപ്പൊ ഇതിലില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ അയാളെ കൊണ്ട് ഈ ഒപ്പിടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ പറയണ പേരിൽ നിങ്ങൾ ഒപ്പിടുക. അത് ഇത് ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പൊ ഇതിൽ നടക്കുള്ളൂ. അല്ലാണ്ട് പിന്നോട് ഇപ്പൊ ഇതൊന്നും ഈ കഥയൊന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം. സുമിത്രേ, എടി സുമിത്രേ, സുമിത്രേ, സുമിത്ര ഇല്ലേ ഇവിടെ? നിന്റെ അടുത്ത് ഇവിടെ കാല് കുത്തലെന്ന് പറയില്ലടാ. എനിക്ക് തന്നോട് വർത്താനം പറയണ്ട, താൻ അവളെ വിളിക്കണോ? അവളെ വിളിക്കാൻ പറ്റില്ല. മതി, നീ അവളോട് സംസാരിച്ചൊക്കെ. അത് താനാണ് തീരുമാനിക്കണം. എന്റെ മോളെ കാര്യം ഞാനാണ് തീരുമാനിക്കണം. എന്റെ മോളാണെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യയാണ് അവള്. നിന്റെ ഭാര്യയൊക്കെ പണ്ട് അത് കഴിഞ്ഞ്. താൻ നിന്ന് വർത്താനം പറയാതെ അവളെ വിളിക്കണോ? വിളിക്കാൻ സൗകര്യമില്ലടാ. സുമിത്ര നീ ഇറങ്ങി വരണ്ട, അല്ലെ ഞാൻ ഉള്ളിലോട്ട് കേറി നോക്കടാ. നീ എന്റെ കോളിനടിച്ചു വിളിക്കും ഞാൻ. ഒടിക്കും ഒരുപാട്. മതി, നീ അവളെ നീ ഉപദേശിച്ചതും താൻ ഒറ്റൊരുത്തനാണ് അവളെ വഷളാക്കണത്. എന്തോ നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കൊച്ചിന് പേരിടാൻ പഞ്ചായത്തിൽ പോയത്? എങ്ങനെയാ നിന്റെ കൊച്ചാവണത്? എടോ താൻ എനിക്ക് കല്യാണം കഴിച്ചു തരുമ്പോ അവർക്ക് കൊച്ചില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അവകാശം മുഴുവൻ നിനക്കോ? എന്റെ മോളുടെ അവകാശം എന്റെ മോക്കുണ്ടടാ അവകാശം. എന്റെ മോക്കുണ്ടടാ അവകാശം. എന്റെ മോക്കുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റക്ക് അവകാശപ്പെടണ്ട. എന്റെ ഇഷ്ടം കൂടി നോക്കണില്ല. എന്റെ കൊച്ചിന് പേരിട്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? എന്താ നീ തെങ്ങിന്റെ തടം കുഴിച്ചപ്പോ ഉണ്ടായതാണോ നിനക്ക് കൊച്ചി? പോടോ, താൻ പോടോ. കൂടുതൽ കളിക്കരുത് കേട്ടാ. സുമിത്ര, ഞാൻ പറഞ്ഞ ജമന്തി എന്നുള്ള പേര് എന്റെ മോക്ക് ഇടണമെങ്കിൽ ഇട്ടാ മതി. വേറെ ഒരു പേരും നീ ഇടാൻ നിൽക്കണ്ട. വേറെ കെട്ടുമ്പോ അതിലുണ്ടാവണ കൊച്ചിന് ഇട്ടാ. ആവശ്യമില്ലാത്ത വീട്ടുകാരെന്ന് തോന്നിയ കാണിക്കരുത്. 1 മാസം എന്റെ കൊച്ചിന് പേരിടാനേ ഞാൻ തീരുമാനിക്കുള്ളൂ. തീരുമാനിക്കണ്ട, പിന്നെ അങ്ങനെ മാറി കഴിഞ്ഞ 3 കൊല്ലോട് പോടാ അവനെ. അച്ഛനെയും കൊന്നിട്ടാലും ശരി എന്റെ മോക്കിയ ജമന്തിന്ന് പേരിട്ടിരിക്കുന്നു. എന്റെ വീട്ടിൽ കയറി വന്നാണ് നീ തോന്നിയ ദിവസം കാണിച്ചത്. അതെല്ലാം നീ സൂക്ഷിച്ചോടാ. പോടാ.
എന്തായാലും പറ്റിയ പറഞ്ഞു വെച്ചാ ഇല്ലടി. ആ രാഘവനുണ്ടല്ലോ, രാഘവൻ അവനൊറ്റ നിങ്ങൾ ആ മതിലിന്റെ മുന്നില് ഇത് കുറ്റിയടിക്കുക ഉണ്ണിയെ, മതിലിന്റെ മുന്നിൽ ഇത് കുറ്റിയടിച്ച് കുഴിച്ചിടുക കേട്ടോ. പെട്ടെന്ന് വേറെ ആരും കാണണ്ട, വേഗം നമുക്ക് ചെയ്താളണം. ഇവിടെ 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 വെച്ചോളി, ഇവിടെ അവിടെ എടുക്കും. അല്ല ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. അടിച്ച് അടി 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 അതേട്ടാ. ഓന്റെ കളി കുറച്ച് കൂടിക്കണം. ഉണ്ണിയെ എന്റെ പെരയെ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയണല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. പിന്നെ അതുമല്ല, നാട്ടുകാരെടുത്ത് മുഴുവൻ നമുക്ക് ഈ കഥ പറയണം. ഓൻ ഇറങ്ങുന്നുണ്ട്. ഓന്റെ ഉദ്ദേശം എന്തോ നോക്കട്ടെ. മൂത്രയിക്കുന്ന പരിപാടിയാ. ഓന്റെ നീര മൂത്രമൊഴിക്കാൻ പോകുന്നത്. പറഞ്ഞോ എന്റെ പെരയിൽ ഇന്നലെ വന്നേക്കല്ലേ അന്യഗ്രഹം എന്തിനാ പയ്യ വെള്ളത്തിൽ വെച്ചത്? കളറ് മനസ്സിലാവില്ലടാ പട്ടി. അതിക്രമിച്ച് കിടക്കല്, മോഷണ ശ്രമം, കയ്യേറ്റം, അപവാദ പ്രചരണം, ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ മോനെ. ഉണ്ട് സാർ. സാറേ പഠിച്ചോനാണ് നേരിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ സാറിന്റെ വീട്ടിൽ ചെന്ന് സാർ ആക്രമിക്കാൻ ആക്രമിക്കാൻ ചെന്നല്ല, പിന്നെ മൂപ്പര് മൂത്ര നീലയാണോ നോക്കാൻ വേണ്ടി പോയതാ. മൂത്രം നീല? ആ, അതിനെന്താ തനിക്ക് ലാബുണ്ടാ? ലാബൊന്നുമില്ല. പിന്നെ എന്തിനാ മൂത്രം പരിശോധിക്കുന്നത്? ഈ അന്യഗ്രഹ ജീവികളുടെ മൂത്രം നീലയ്ക്കും ആ മൂത്രം ഒഴിക്കണ ഭാഗത്തുള്ള പുല്ലൊക്കെ കരിഞ്ഞു വന്ന് ഇവൻ പറഞ്ഞു. എന്തൊക്കെയാണ് താൻ പറയണത്? അന്യഗ്രഹ ജീവി? ആ, തനിക്ക് എവിടെ അന്യഗ്രഹ ജീവി കിട്ടിയേ? ഉണ്ണിയാ പറഞ്ഞ സാറേ. ആ ഉണ്ണിയാ. ഉണ്ണിയാണ്. തനിക്ക് എവിടുന്നാണ് ഈ അന്യഗ്രഹ ജീവി കിട്ടിയേ? സാറേ, ഈ മനുഷ്യന്മാരുടെ അടിയിൽ ഈ അന്യഗ്രഹി ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം അറിയാം. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ഇതൊക്കെ കേട്ട് വിശ്വസിക്കാം? ഈ കാലത്ത് ഇവിടെ അന്യഗ്രഹ ജീവി ഉണ്ടോ? സാറേ, ഇയാളെ കണ്ട അങ്ങനെ തോന്നൂലേ ഒരു അന്യഗ്രഹ ജീവിയാണ്? ഈ ഗ്രഹത്തിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടോ? എന്തോ ഒരു ഉടായ്പ ഉണ്ട് ഇയാൾക്ക്. നാട്ടുകാർ മുഴുവൻ പറയണ്ടേ? സാറേ നോക്കി പേടിപ്പിക്കുന്ന തന്നെ. അല്ല, ഈ സാറിന് എന്താ തൊഴില്? ഞാന് അതായത് കണ്ട സാറേ, ശരിക്കും ഒരു അന്യഗ്രഹ ജീവിന്റെ ഒച്ച പോലല്ലേ ഉണ്ടായിരിക്കണം. ബേസിക്കലി ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ശാസ്ത്രജ്ഞനോ? അതെ. പറയൂ സാർ. ഞാൻ ഇവിടെ ഈ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള പെരിച്ചാഴികളില്ലേ? പെരിച്ചാഴികൾ എന്ന് പറയുന്നത് തൊരപ്പൻ സാറേ. ഈ എലി വലുതായ പോലെ. ഓ, അത് ശരി. അങ്ങനെ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ആ, പല തരത്തിലുള്ള പെരിച്ചാഴികളുണ്ട്. ഓ, ആ, പെരിച്ചാഴികള് എന്ത് ചെയ്യും? കുഴിച്ചു 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 കുഴിച്ച് അങ്ങനെ ആഴത്തിലേക്ക് പോകും. കറക്റ്റാ. ഭയങ്കര കുഴിയാണ് കുഴിക്കുക. എന്റെ വീടിന്റെ സൈഡിലേക്ക് ഈ അടിത്തറ ഉണ്ടല്ലോ, അതിന്റെ സൈഡ് ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര വലിപ്പമുള്ള കുഴി കുഴിക്കുക. അതുപോലെ ഇവര് അന്യന്റെ മുതല് തിന്ന് 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 ചീർത്തിട്ടാണ് ഈ പരുവത്തിലായി വരുന്നത്.
അപ്പൊ പെരിച്ചാഴി മാത്രല്ലാതെ വേറെയും കുറെ ജീവികള് ഇന്ത്യയുടെ തന്നെ ഈ ഏറ്റവും തെക്ക് വശത്തുള്ള സംസ്ഥാനത്തില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ പെരിച്ചാഴികളെ കുറിച്ചും അത്തരത്തിലുള്ള ജീവികളെ കുറിച്ചുള്ള ഒരു 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 പഠനമാണ്. അതിൽ 2-3 പ്രബന്ധങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞു. ഇനി 1-2 ഉണ്ട്. അതിന്റെ ഒരു ശ്രമത്തിലാണ് ഇപ്പോ. ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവര് അറിയാതെ വന്ന് ഒക്കെ അങ്ങനെ ചെയ്തതാണ്. കുഴപ്പം സാർ വിഷയമാക്കണ്ട, ഒന്ന് പറഞ്ഞു വിട്ടാ മതി. പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ കൈ ഉയർത്തുക. അയ്യോ, നിനക്കത് ചിരി വരില്ല? ചിരി ഒന്ന് ഓഫ് ചെയ്തേട്ടാ. അത് എന്താ നിനക്ക്? അത് തന്നെ ഞാൻ ചോദിക്കണ ഏട്ടന് എന്താണ് ഈ ഡീലക്സ് റൂമൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താ? എന്താ പ്രശ്നം? നമ്മൾ ആശുപത്രിയിൽ വന്നതല്ലേ? അതെ, ആശുപത്രിയിൽ വന്നിട്ട് ഈ AC TV ഒക്കെ എന്തിനാന്ന്? ഇപ്പൊ നീ പറയണത് നമ്മളവിടെ വാർഡിൽ കിടന്നിട്ട് കൊതുകടി കൊള്ളണമെന്നാണ്. ഏട്ടനൊരു വയറുവേനല്ലേ വന്നേ? വയറുവേന. അതിന് വാർഡിൽ കിടന്നാ പോരായിരുന്നോ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഇതിനാ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ വയറുവേന മാറിയാ? ഇപ്പൊ വയറുവേദന മാറി. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോരായിട്ടില്ല, വേറെ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യാണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന്. എന്തെന്നാണ്? ഞാൻ ആ PROനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വരട്ടെ. അയാള് വരുമ്പോ ഒന്ന് ചോദിക്കും, ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടോ? അങ്ങനെയാണ്. വരൂ സാറേ, വരൂ. നമസ്കാരം. നമസ്കാരം. എന്താ കാണുന്നു? ഞാൻ വല്ല അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ഒരസൗകര്യം ഇല്ല. കംപ്ലൈൻസ് ഒന്നുമില്ല? ഒന്നുമില്ല, സുഖമാണ് ഇവിടെ. ഇവിടെ പരമ സുഖ. ടെസ്റ്റിന്റെ സംഭവം അതെ, എന്താന്നറിയോ, എപ്പ വീട്ടിൽ പോവാന്ന് അറിയാൻ വേണ്ടി. അല്ല, അതിപ്പോ ഞാനല്ലോ പറഞ്ഞത്. നിങ്ങൾ ആരെ ട്രീറ്റ് ചെയ്യുന്നത്? കോയ ഡോക്ടറാണ്. അപ്പൊ എന്തിനാ വന്നത്? എന്താ അസുഖം? എന്താ? ഫുഡ് പോയിസൺ ആണ്. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടി കിടന്നിട്ട് നാളെയോ എപ്പോഴാ പോവാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ലല്ലോ, നാളെ അപ്പോൾ ഡിസ്ചാർജ് ആവും. അപ്പൊ പൊക്കോളും. പക്ഷെ അതല്ല എന്താ അറിയോ, പിന്നെ എനിക്ക് 1-2 ടെസ്റ്റുകൾ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അല്ല, അത് അങ്ങനെ വേണമെങ്കിൽ ഡോക്ടർ പറയുമല്ലോ. അതെ, ഡോക്ടറൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഈ ഹാർട്ടിന്റെ ഒരു ടെസ്റ്റ് വേണം, പിന്നെ കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ തലയുടെ എങ്ങനെ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു. അല്ല, അത് നമുക്കിപ്പോ നമ്മുടെ ശരീരം നന്നായിരിക്കണമെങ്കിൽ നോക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. തലയുടെയാണ് അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്. അത് നോക്കണം, കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് ബില്ലടച്ചു കഴിഞ്ഞാൽ ലാബിൽ നിന്ന് ചെക്ക് ചെയ്യാമല്ലോ. പക്ഷെ അത് നമ്മുടെ ഒരു നിർബന്ധത്തിന് വേണ്ടി നോക്കിയതാണ് എന്നുള്ളത് വരരുത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്തത് എന്നുള്ളത് അതിനകത്ത് വരണം. അത്രേ ഉള്ളൂ. സാധാരണ പറയാൻ പാടില്ല, എന്നാലും ഞാൻ ഇപ്പോൾ സത്യശീലനം പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ തന്നെ ഡോക്ടറോട് കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം മൂത്രം പോകുന്നില്ല, ഇവിടെ ഭയങ്കര കടച്ചിലാണ് സാറേ, കിഡ്നിക്ക് എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കിഡ്നി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ അത് എഴുതി തരും. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം വയറ് വീർത്തുമ്പോഴത്തിന് ശേഷം ശ്വാസം ശരിക്കും വലിച്ചാൽ കിട്ടുന്നില്ല, നെഞ്ചിടിപ്പ് കൂടണു, അതുകൊണ്ട് എനിക്ക് ആട്ടം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ടെസ്റ്റ് എഴുതി തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങണു, കണ്ണ് മഞ്ഞളിക്കണു, തലയ്ക്കൊരു പെരുപ്പ്, അതുകൊണ്ട് എന്തോ എന്റെ തലയ്ക്ക് പ്രശ്നമുണ്ട് സാറേ എന്ന് പറയുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അത് എഴുതി തരും. അതെ, അതിന് ബുദ്ധിമുട്ടില്ല. ഇല്ലില്ല. അപ്പൊ അത് എഴുതി തരുമ്പോ ബില്ലടയ്ക്കുക, നമ്മളെല്ലാ ടെസ്റ്റും നടത്തുക, നമുക്കൊരു അസുഖം ഇല്ലാതെ ബോധ്യപ്പെടുക, സന്തോഷമായിട്ട് തിരിച്ചു പോവാം. അല്ല, പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ടെസ്റ്റുകൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്തു തരണല്ലോ. അതെ. അല്ല, ഈ കാശില്ലാത്തതുകൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം, എല്ലാ ടെസ്റ്റും നടത്തുന്നത് നല്ല. അതുപോലെ വൈഫിന് നമുക്കൊരു മൊത്തത്തിലൊരു നോക്കുന്നത് നല്ലതല്ലേ? ചെക്ക് ചെയ്യാം. അല്ല, അതൊക്കെ ചെയ്യാൻ വേണ്ട, എനിക്കൊന്നും വേണ്ട. അത് നിങ്ങളുടെ സൗകര്യം വിളിച്ചു. ആയിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ശരി. വേറെ ഭക്ഷണം ക്യാൻറ്റീനിൽ പറഞ്ഞാൽ ഇവിടെ എത്തിക്കും. അതൊക്കെ അവര് കൊണ്ടുത്തരാണല്ലോ. ശരി. അപ്പൊ എന്നാ സാറിനെ പോയി കാണാം. നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരാവശ്യമില്ലാത്ത കാര്യമില്ല. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്തിനാണ് പൈസ കളയണേ? കുട്ടി ഇത് ചെയ്ത് നോക്കിയാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയൂ. ഏതായാലും ഇവിടെ വന്നതാണ്, അപ്പൊ അതും കൂടെ ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പം? മറിമായം